യാത്രയിലാണ് ഇപ്പോഴും. അടിപൊളി സ്ഥലത്താണ് പോണത്. നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം. ഇപ്പോൾ പരവൂര് വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടിയെടുത്ത് വണ്ടിയിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നല്ല കൊടും ചൂടാണ്. അപ്പോൾ നമ്മളിനി റോഡിലോട്ട് ഇറങ്ങി, മെയിൻ റോഡിലോട്ട് ഇറങ്ങി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് യാത്രയിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണട്ടെ. ആമി എവിടെ പോണോ? ആമി എന്തോ ഒരു പാട്ടും പാടി ആമി ഇരിക്കുകയാണ്. എന്താണെന്നറിയാം ഈ പാട്ട്. പാറേക്കാവ് ക്ഷേത്രമാണ്. പാറേക്കാവ് ക്ഷേത്രം. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തി. ആനത്താവളം കാവേരി പാർക്ക്. അങ്ങനെ നമ്മൾ ആനത്താവളത്തിലെത്തിയിട്ടുണ്ട്. കാവേരി പാർക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് കാവേരി പാർക്കിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. നല്ല സെറ്റപ്പാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കാർ അവിടെ പാർക്ക് ചെയ്യാണ്. ആനത്താവളം കാവേരി പാർക്ക്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പോവാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ എൻട്രൻസിലോട്ട് പോവാം. നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നോക്കിയോ, മോള് നോക്കിയോ, ഉണ്ട് അവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ പാർക്കിൻ്റെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്ന ഒരാൾക്ക് 100 രൂപയാണ്. ഒരാൾക്ക് 100 രൂപ. പിന്നെ കൊച്ചുങ്ങൾക്ക് 3 വയസ്സായ കൊച്ചുങ്ങൾക്ക് വരുന്നത് 50 രൂപയാണ്. ഇപ്പോൾ പാർക്കിനകത്തോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളും കൊച്ചുങ്ങൾക്കുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്കത് കാണാം. ഇതാ ഇപ്പോൾ കയറിയപ്പോൾ തന്നെ അടിപൊളിയാവും. കൊള്ളാമല്ലേ? മാനും അകത്ത് നല്ല അന്തരീക്ഷം ഉണ്ട്. നല്ല തണുത്ത ഒരു ക്ലൈമറ്റാണ്. നല്ല അന്തരീക്ഷം. ഇത് ഓഫീസാണ്. ഇവിടെ നമ്മൾ ഒരു മ്യൂസിയം പോലെ ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ പ്രവേശിക്കുക. ലവ് ബേഡ്സിൻ്റെ കൂടാണ് കേട്ടോ. നല്ല രീതിയാണ് ചെയ്യിച്ചേക്കുന്നത്. അടിപൊളിയായിട്ടാണ്. അകത്ത് ലവ് ബേഡ്സ് ഉണ്ട്. ലവ് ബേഡ്സ് കിടക്കാണ്ട. അടിപൊളി കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ കണ്ട. നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തിട്ടൊക്കെ. തടിയിൽ, അതായത് വാർത്തിട്ട് തടിയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. തടിയുടെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കാണാൻ നല്ല അടിപൊളിയാണ്. കൊച്ചുങ്ങൾക്ക് കറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കറങ്ങണത്. അപ്പം നമുക്ക് അവരെ ഒന്ന് വീഡിയോ എടുത്തില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. കറക്കണോ? മോൻ്റെ പേരെന്തര്? റംസാൻ. ഓക്കെ. ഇപ്പോൾ റംസാൻ ആഘോഷിക്കാൻ വന്നതാണ്. ഓക്കെ. മോളെ പേരാ? ഫാത്തിമ. റംസാൻ ആഘോഷിക്കാൻ വന്നതാണ്. സ്ഥലം എവിടെ? കരിമ്പോള. എവിടെയാണ്? ചാത്തന്നൂരാ പരവൂരാ? നാവായിക്കുളം. ഓക്കെ. അവർ റംസാൻ അവൻ്റെ പേര്. അവർ ആഘോഷിക്കാൻ വന്നതാണ്.
ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്കുള്ള നല്ല വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഇങ്ങനെ ഇതുവഴി ഒഴുകി വരികയാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. അത് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, അടിപൊളിയല്ലേ. മാൻ വെള്ളം ദാ ഇങ്ങനെ ഫുള്ളായി വരും, അടിപൊളി. അത്യമ്പല ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഒരാളവിടെ ഇരിക്കുകയാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. അന്നപ്പോഴാണ് അതൊരു സ്റ്റാച്ചു ആണെന്ന് എനിക്ക് മനസ്സിലായത്. പുള്ളി ചൂണ്ടയിടുകയാണ്, അരയന്ന. അടിപൊളിയല്ലേ. കുചേലന് വെള്ളം കൊടുക്കുകയാണ്. കുചേലൻ്റെ സ്റ്റാച്ചു ഇപ്പോൾ കാണുന്നത്. തൊട്ട് ചേർന്ന് കിണർ, വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതാക്കും ഒത്തിരി റൈഡുണ്ട് ഇവിടെ. അങ്ങനെ ആമി കറങ്ങയാണ്. ആമി അമ്മു കറങ്ങുന്നു, കുഞ്ചു കറക്കുന്നു, അമ്മ നോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. വാ ആമി, വാ ഒന്ന് കയറി, ഇതിൻ്റെ മുകളിൽ കയറി. വാ, ഇതുകൊണ്ട് ആമി വാ. അപ്പോൾ ഈ ആനത്താവളത്തിൻ്റെ അകത്ത് തന്നെ വിശ്വപ്രഭ എന്ന് പറയുന്ന ഒരു ആഡിറ്റോറിയം ഉണ്ട്. അതായത് നമുക്ക് കല്യാണ ഫങ്ഷനൊക്കെ നടത്താൻ കഴിയുന്ന ഒരു ആഡിറ്റോറിയം. ഒരേ ടൈമിന് ഇതാ എൻ്റെ ഫ്രണ്ട് വിശ്വപ്രഭ. ഇനി ഇതിൻ്റെ ബാക്കിലോട്ടാണ് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ യൂസ് നമ്മുടെ വേസ്റ്റ് ബോക്സ്. ഇതാ ആഡിറ്റോറിയത്തിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ അരയന്നത്തിനെ കണ്ടില്ല, ഒത്തിരി വലിയ അരയന്നമാണ്. ഇതെനിക്ക് തോന്നുന്നു ചെറിയൊരു സ്വിമ്മിങ് പൂളായിരിക്കും. അപ്പോൾ എന്തായാലും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വറ്റി കിടക്കുകയാണ്. ഇതിനകത്ത് ഫിഷ് ടാങ്കുണ്ട്. നമുക്ക് കുറച്ച് ഫിഷിനെയൊക്കെ ഒരു ടാങ്കിൻ്റെ അകത്തേക്കണം, അതൊക്കെ ഒന്ന് കാണാം. അടിപൊളി. അടിപൊളി. അടിപൊളിയല്ലേ. ഇത്രയും ഫിഷ് ടാങ്കിൽ നമ്മൾ മീനിനെ കണ്ട്. ഇതിൽ മെയിനായിട്ട് ഫിഷ് ടാങ്കിനകത്തുള്ളൊരു മീനിൻ്റെ ഒരു ഐതിഹ്യം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയത്തില്ല, ഭാഗ്യം കൊണ്ടുവരും എന്ന് പറയുന്നത്. ഈ ഭാഗ്യം കൊണ്ടുവരുന്ന ഫിഷിനെ കാണിച്ചു തരാം. അത് എനിക്ക് ഒരാളിൽ നിന്ന് കിട്ടിയ അറിവാണ്. ആ ഫിഷ് വളർത്തിയത് ഭയങ്കര ഭാഗ്യം എന്നാണ് പറയുന്നത്. ഇതാണ് സംഭവം. ഈ ഫിഷ് ഭയങ്കര ഭാഗ്യം തരുന്ന ഫിഷ് എന്നാണ് അറിയുന്നത്. പുറത്തായിട്ട് ഞാൻ ചെറിയൊരു ടാങ്ക് കണ്ടിട്ട്, ആ ടാങ്കിനകത്ത് വേറെ ടൈപ്പ് സംഭവം കൊള്ളാം, അടിപൊളി. എൻ്റെ പേരെന്നറിയാൻ കേട്ടാ, ഇത് ഏത് ടൈപ്പാണെന്നറിയാൻ പറ്റും. അകത്ത് നല്ല അന്തരീക്ഷം കേട്ടോ, നല്ല തണുപ്പാണ്. ചൂടത്ത് നിന്ന് അകത്ത് കയറിയപ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റായി. വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ
നമുക്ക് പരവൂരിൻ്റെ തൊട്ടടുത്തിട്ട് ഇങ്ങനെ ഒരു ആന പാർക്ക്, ആനത്താവള, കാവേരി പാർക്കിൽ ഒരു ടൈം നമുക്ക് കുറച്ച് സമയങ്ങളിൽ കൊച്ചുങ്ങളും ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അടുത്ത് ഉണ്ടായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. നല്ല സ്റ്റൈലായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുക. ഹൈറ്റുള്ളതെന്ന് പറയുന്നത് നമ്മൾ കയറി വരുന്നതിന് അടുത്ത് തന്നെ നല്ല ഹൈറ്റായിട്ട് ഒരു ഷീറ്റൊക്കെ വെച്ച് ഒരു പണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കയറി നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചില്ല, താഴെ ഇറങ്ങാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ മേഖല മൊത്തം കിട്ടും. മനസ്സിലായില്ലേ? എല്ലാവരെയും കാണാൻ കഴിയും. ഈ ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ. ഇനിയിപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത്, ആ ഭാഗത്തോട്ടാണ് പോകാനുള്ളത്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ കയറി ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ഉണ്ടാ. അപ്പോൾ ഈ ഹൈറ്റിൽ കയറുന്ന ഷൂട്ട് ചെയ്യാൻ നല്ല രസമാണ്. ഇനി നമുക്ക് പോകേണ്ട അങ്ങോട്ടൊന്ന് പോകാം. അവിടെ നിറയെ കാഴ്ചകളുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രയൊക്കെ ഉണ്ട്, ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവാം. അതിന് അകത്ത് തന്നെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോഫി ഷോപ്പ് ആ ബിൽഡിങ് ഞാൻ കാണുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാരുള്ളത്. നല്ല തിരക്കുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ്, നേരത്തെ നോക്കില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇതുവഴി പോവാറുണ്ട്. കൊള്ളാമല്ലേ? അടിപൊളിയല്ലേ? ഈ കാണുന്ന കോഫി ഷോപ്പാണ്. അന്തരീക്ഷം നല്ല തണുപ്പ്, അടിപൊളി. ഇപ്പോൾ കാവേരി പാർക്കിൻ്റെ അകത്താണ് ഉള്ളത് കേട്ടോ. അടിപൊളി തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് കാവേരി പാർക്കിനകത്ത് വരുന്നത്. പറയാതിരിക്കാൻ വയ്യ. നല്ല തണലും ചെറിയൊരു കൂളിങ്ങൊക്കെ ഉണ്ട് ഇവിടെ. വേറൊന്നും കൊണ്ടില്ല, പുറത്ത് നല്ല ചൂടാണ്. ഇത്രയും അടുത്ത് ഇത്രയും അതിമനോഹരമായ ഒരു പാർക്കുണ്ടായിട്ട് വരാൻ കഴിഞ്ഞില്ലല്ലോ ഇത്രയും കാലമായിട്ട്. ഇപ്പോഴല്ലേ വരാൻ കഴിഞ്ഞത്. അത് തന്നെ ഒരു മഹാഭാഗ്യം. ഇപ്പോഴെങ്കിലും വരാൻ കഴിഞ്ഞത് മഹാഭാഗ്യം. എന്തായാലും ഞാൻ അവിടെ നിന്ന് റിട്ടേൺ വന്നത് വേറൊന്നും കൊണ്ടല്ല. അവിടെ നിന്ന് 2 പട്ടി കിടക്കുന്നു. എന്താണ് അവരുടെ അവസ്ഥ? അവരെല്ലാം ചെയ്താലോ? ആദ്യമായിട്ട് ആ ഏരിയയിൽ പോകാൻ പറ്റുമോ, ഇതുവഴി നടന്നു വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് മാറി ഇപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട്. അടിപൊളിയല്ലേ? നല്ല സ്റ്റൈലായിട്ട്. എന്ത് തണുത്ത കാറ്റ്. ഞാൻ വെറുതെ പറയുന്നില്ല. നല്ല അകത്തൊരു ചെറിയ കൂളിങ് പോലെയുണ്ട്. അത് ഈ പുറത്തെ ചൂട് നമ്മൾ അകത്ത് കയറിയോണ്ടായിരിക്കും അനുഭവപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഒരുപാട് വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ആനയും ഒട്ടവും ഒക്കെ നിൽക്കുന്ന അങ്ങോട്ട് പോവാം. പിള്ളേരെ കാടിച്ച് പൊളിക്കുന്നതിന് കൊച്ചുങ്ങൾക്കുള്ളതാണ്. എൻ്റെ അകത്ത് കയറി നിന്ന് അവർ കറങ്ങും. ഇവിടെ ഒരാൾ അങ്ങനെ തന്നെ മോനെ. അത് നാഞ്ഞ് അവരതിൻ്റെ അകത്ത് കയറി കറങ്ങുകയാണ്. ഒന്ന് കറങ്ങി കൊടുക്കാൻ താരെങ്കിലും. പ്ലേ ഗ്രൗണ്ട്, ഇതിൻ്റെ പേരാണ് പ്ലേ ഗ്രൗണ്ട്. കൊള്ളാം, പ്ലേ ഗ്രൗണ്ട്. അതുവഴി കയറി ഇതുവഴി വന്ന് ഇതുവഴി കയറി അതുവഴി അതിൽ കൂടെ കയറി അതുവഴി ഇറങ്ങി മുകളിൽ പോയി കറങ്ങി ഇങ്ങനെ ഇതുവഴി വരണം. കൊച്ചുങ്ങൾക്കൊരു ത്രില്ല്. അടിപൊളി. കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു അതുവഴി ഒന്ന് കയറിയിടാം. മോനെ കയറി വാ, ഞാൻ ഷൂട്ട് വാ. പിള്ളേരെല്ലാം ഇതിൻ്റെ അകത്ത് കയറാൻ കേട്ടോ. അകത്ത് കയറിയ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു കൊച്ച് എൻ്റെ അകത്ത് ഇരുട്ടായപ്പോഴത്തേക്ക് അതിനകത്ത് ഇരുട്ടായപ്പോഴത്തേക്ക് ഇരുന്ന് കരഞ്ഞവനെ. പിന്നെ പാവം പുറത്തെടുത്ത്.
ബേഡ്സ് പാർക്ക്. ബേഡ്സ് പാർക്ക്. അങ്ങോട്ടൊന്ന് പോവാം. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ലേ നമുക്ക്. ഇഷ്ടംപോലെ താറാവൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയുണ്ട് കേട്ടോ. അകത്തോട്ടൊന്നും കൊണ്ട് അന്തരീക്ഷം തന്നെ അല്ല, കൂളിംഗ് ഇല്ല. ഒരു വനമേഖലയുടെ അകത്തൂടെ വരുന്നൊരു ഇതില്ലേ. വൈറ്റ് സ്ലിക്ക്, വൈറ്റ് ആട്ടക്കോഴിയല്ലേ, കൊള്ളാം. അടിപൊളി. ഇത് ഒട്ടകപ്പക്ഷിയല്ലേ? ഇത് എമു ആണല്ലേ? എമു എവിടെയാണ്? ഓ, എമു. അപ്പം എമു ആയി കിടക്കുന്നത്. ഇവിടെയാണ് ഒട്ടകപ്പക്ഷിയുള്ളത്. പക്ഷെ കാണുന്നില്ല. എവിടെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് വേറെ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം. ഇതാണ്ട് ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിക്കുണ്ട്. 2 ഉണ്ട്. അതിനപ്പുറം അപ്പോഴൊരു മാറ്റിയിട്ടൊക്കെയാണ് കേട്ടോ. 2 പേരെയും കൂടിൻ്റെ മധ്യത്തായിട്ടൊരു ക്രോസ് കൊടുത്തിട്ടുണ്ടോ. പല ടൈപ്പ് കോഴിയിനങ്ങളാണ്. ഇതിൻ്റെ പേര് കണ്ട, ജപ്പാനീസ് ബാറ്റാനിയ. ഇവിടെ നമുക്ക് സാധനം വേണ്ട ഇപ്പോൾ ആയിരിക്കണ്ട. ടർക്കി. ടർക്കി കോഴി, വൈറ്റ് ടർക്കി. ഉള്ളാലും നല്ല മുള. സ്റ്റൈലായിട്ട് വളർന്നിട്ടുണ്ട് മുള അല്ലേ? അടിപൊളിയായിട്ട് മുള വളർന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. തത്ത, പല ടൈപ്പ് തത്തകളാണ് ഇവിടെ. തത്ത, പല മോഡൽ തത്തകളാണ്. അകത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെ തത്തയ്ക്കാടാനുള്ള ഊഞ്ഞാൽ കാര്യങ്ങൾ. ഇതാ ഇവിടെയുണ്ട്.
അടിപൊളിയല്ലേ, സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായ തത്ത നമുക്ക് കാണാം, മക്കാവും. അത് നമ്മൾ പോയി വിളിച്ച് അതോ ആയി അടിപൊളി. കൊള്ളാം അല്ലേ, അടിപൊളി. തത്തവർഗ്ഗങ്ങളിൽ ഏറ്റവും വലിയ പക്ഷിയാണ് മക്കാവ്. വ്യത്യസ്തമായ നിറങ്ങളോടുകൂടിയ തൂവലുകളും രൂപഭംഗി ഇവയെ വളർത്തു പക്ഷികളിൽ വ്യത്യസ്തമാക്കുന്നു. ശക്തിയേറിയ വളഞ്ഞ കൊക്കുകൊണ്ട് പാറ വരെ തുരക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ശക്തിയേറിയ കൊമ്പാണ്. പിന്നെ ആയിനത്തിൽപ്പെട്ട തന്നെ ഇതാ സുന്ദരപ്പുറം എവിടെ ആടാണ് ആട്. ഈ കൂട് കണ്ടപ്പോഴാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത്. ആടിനെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂടടിച്ചേ വളർത്താം. ഇത്രയും ഹൈറ്റ് വേണം, തട്ടടിച്ച് ആടിനെ വളർത്താം. അപ്പോൾ അത് സേഫ്റ്റിയാണ്. ആൾ പക്ഷേ കാണാൻ രണ്ടുപേരുണ്ട്, രണ്ടുപേരെ അപ്പുറം അപ്പുറം ഇട്ടൊക്കെ ഉണ്ടാ. അവൻ്റെ കൊമ്പ് കണ്ട, കൊമ്പിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം എന്നെ ഇടിച്ചനായിട്ട്. മുയൽക്കുട്ടികൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇവരുമായിട്ട് അടുത്തിരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ആമക്കുട്ടിയുടെ തലയിൽ, അമ്മുവിൻ്റെ തലയിൽ, എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലൊക്കെ വന്നിരിക്കുകയാണ്. അടിപൊളിയല്ലേ ആമക്കുട്ടിയോടെ? ആമക്കുട്ടി അത്തേക്കെല്ലാം കൊടുക്കാന്ന് ഷൈനി. എൻ്റെ തോളത്തിരിക്കണ്ട, എൻ്റെ തോളത്ത് ഇങ്ങനെ ഇരിക്കുക. അതാ രണ്ട് തോളിലായി. അടിപൊളി. ആമിക്കുട്ടി ആണ്ടേ ആണ്ടേ ആനത്താവളത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ട. നമ്മളൊരു വനാന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു കാഴ്ച കണ്ട. അടിപൊളിയല്ലേ. കൊച്ചുങ്ങളെ കൊണ്ടുവരാം, അടിച്ച് പൊളിക്കാം. കൊച്ചുങ്ങൾക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, ആവശ്യമുള്ള പക്ഷികളും തത്തകളും എല്ലാം അവിടെ ഉണ്ട്. നല്ല സ്റ്റൈലും കാഴ്ച. ഇങ്ങോട്ട് ആന ഇപ്പോൾ ഉണ്ട്. ആനയെടുത്തു പോവാം. ഗംഗയെന്നാണ് ആനയുടെ പേര്. ഇവിടെ ഒരു പൂളിൻ്റെ പണി നടക്കുകയാണ്. പണി തീരുമ്പോഴത്തേക്ക് അടിപൊളിയാവും. വെള്ളമൊന്നുമില്ല, മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ അകത്താണ് ആനക്കൂട്ടിൽ വന്ന ഭാസ്കർ എന്ന് പറയുന്നൊരു ഒട്ടകം ഇവിടെ ഉണ്ട്. അവനെയാണ് ഇപ്പം നമ്മൾ എടുക്കുന്നത്. അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നത്. അടിപൊളിയല്ലേ? കുഴപ്പമില്ല. അവൻ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കായിരുന്നല്ലേ.
എന്താണ് സംഭവം? അസ്കർ നിൽക്കുന്നത് ഗംഗ. അപ്പോൾ ഗംഗയുടെ അടുത്താണ് നമ്മൾ പോണത്. ഗംഗ ഗംഗ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചെന്നാൽ ഗംഗ ഗംഗയെന്ന് വിളി. ഗംഗ അങ്ങനെ ഗംഗ എടുത്ത് നിൽക്കുക. കുട്ടികളൊക്കെ പോകുന്നുണ്ട്, അവരൊക്കെ ഇഷ്ടംപോലെ ആൾ നിൽക്കുന്നു. ആനയുടെ അടുത്ത് പോകാൻ പറ്റും. ശരിയാടാ. ആനത്താവളം കാണാൻ വന്നവരിവിടെ തകർക്കാനേട്ടാ. നമുക്ക് കാണാം, അവരടിച്ച് പൊളിക്കേ.